السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനത്തിലുള്ള നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഷീർ ഫൈളി ചീക്കോന്ന് അവർ, ബഹുമാനമുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേന്ദ്ര മുഷാറംഗം സലാം ബാഖവി അവർ, സനാഹുല്ലാ തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജിഫി തങ്ങൾ, സയ്യിദ് അലി തങ്ങൾ, പലരി, കെ സി മുജീബുർ റഹ്മാൻ അടക്കമുള്ള വേദിയിൽ ഉപേക്ഷായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ളവർ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കൊണ്ടിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ് സമസ്ത നാഷണൽ വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ളത്, SNEC എന്ന പേരിൽ. അത് പ്രഖ്യാപിക്കപ്പെട്ടു. കുറച്ച് വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞു കടന്നിട്ടുള്ളെങ്കിലും 50-ലധികം സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഇവിടെയും സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ 2 സ്കീം ഇവിടെ പ്രവർത്തിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തി, നമ്മളൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം നല്ല നിയ്യത്തോടു കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി അതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികൾക്കൊക്കെ വേണ്ടി അദ്ദേഹം നൽകിയ സ്വത്താണ് ആദ്യം പറഞ്ഞ 20 സെൻറ്റ്. അത് പിന്നീട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഒന്നും കൂടി വിശാലമാക്കാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങളുള്ള ഭൂമി കണ്ടെത്തി കൊണ്ടിട്ട് അവിടെ ആവാം ഈ സംവിധാനം ഒരുക്കുന്നതെന്ന് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിൽക്കപ്പെടുകയും ഈ സ്ഥലം അവിടെ വാങ്ങുകയും ചെയ്തു. ഇതിന് ബന്ധപ്പെട്ടവർ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഓരോ പ്രവൃത്തികളും വളരെ എളുപ്പത്തിൽ നടത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമാവുന്ന സഹായവും അള്ളാഹുവിൻ്റെ തൗഫീഖും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക തയ്യീദൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഏതൊരു ദീനീ സ്ഥാപനങ്ങളാവട്ടെ പ്രസ്ഥാനങ്ങളാവട്ടെ അത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഉണ്ടാവേണ്ടത് ഏറ്റവും വിശുദ്ധമായ നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നല്ലേ. അപ്പോൾ അമലുകൾക്കുള്ള നിയ്യത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും.
അമലുകൾ അള്ളാഹു സ്വീകരിക്കലും അള്ളാഹു അംഗീകരിക്കലും ഏതൊരു പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമാവുന്ന തൗഫീഖ് തഅയീദ് ഒക്കെ ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ദീനിയാവുന്നൊരു സംരംഭമാകുമ്പോൾ അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അതെനിക്ക് ശക്തമായ ഒരു സഹായവും അള്ളാഹുവിൻ്റെ തൗഫീഖൊക്കെ ലഭിക്കപ്പെടുള്ളൂ. അപ്പോൾ ഒന്ന് നിയ്യത്ത് നന്നാവണം, മറ്റൊന്ന് ആ ചെയ്യണത് ഇഖ്ലാസോട് കൂടിയാവണം. അതാണ് ഇവിടെ സഹോദര പ്രസംഗത്തെ സൂചിപ്പിക്കുന്നത്. വേറൊന്നിനും ബദലായിട്ടല്ല എന്ന് പറഞ്ഞത്. അത് ഓരോ സ്ഥാപനങ്ങളും സ്ഥാപിക്കപ്പെടുന്നത് മറ്റൊന്നിന് ബദലായി സ്ഥാപിക്കപ്പെടുന്ന മരുന്നുണ്ടാവും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള സംഘടനകൾക്ക് നോക്കി അതിന് ബദലായി കൊണ്ടുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ബദലായി കൊണ്ടൊന്നുമല്ല. ആവശ്യമാണെന്ന് തോന്നുന്ന സ്ഥലത്ത് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം സാക്ഷാത്കരിക്കപ്പെടാൻ ആവശ്യമാവുന്ന പ്രവൃത്തികളും പദ്ധതികളൊക്കെ നടപ്പിൽ വരുത്താറുണ്ട്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് മാത്രം. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വിശുദ്ധമാവുന്ന ദീനിൻ്റെ സംരക്ഷണം. ദീനിൻ്റെ സംരക്ഷണം തന്നെയായിരിക്കും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ദീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ സംരക്ഷിക്കപ്പെടണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിന് ലഭിക്കപ്പെട്ട, സഹാബത്തിൽ നിന്ന് അവരുടെ പിന്തുണക്കാരാവുന്ന താബീങ്ങൾ, അവർക്ക് അവരുടെ പിന്തുണക്കാർ, അങ്ങനെ വിശുദ്ധമായ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഈ ദീനെന്ന് പറഞ്ഞു. ആ ദീനിൻ്റെ പാരമ്പര്യം നമുക്ക് കിട്ടിയ ഈ പാരമ്പര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് വിശുദ്ധമായ പാരമ്പര്യമാണ്. എന്താണ് വിശുദ്ധമായ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായി വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു നഹി ചെയ്ത സംഗതികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞ് വളരെയധികം ഇഖ്ലാസോടുകൂടി മറ്റുള്ള ഭൗതികമായ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ദീനിനെ സംരക്ഷിച്ചു പോകുന്നവരാണ് നമ്മുടെ ഈ വിശുദ്ധമായ പരമ്പരയിലുള്ള മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത നമ്മളെ ഉസ്താദന്മാർ മുഴുവൻ. അതാണ് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത്. വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പരമ്പര പരിശോധിക്കുന്നത്. ഉസ്താദന്മാരെ പരമ്പര പരിശോധിക്കണമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ആ പരമ്പര. അപ്പം അത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഈ ദീൻ. അത് അതിൻ്റെ അതേ തനിമയോട് കൂടി അതിനവിടെ നിലനിർത്തപ്പെടണം. അതിനെ നിലനിർത്തപ്പെടാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രധാനമായി നിലകൊള്ളുന്നത്. വേറെയും പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളൊക്കെ അതെനിക്കുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അത് മതപരമായ വിദ്യാഭ്യാസമാവട്ടെ, ശരീഅത്ത് എതിർക്കാത്ത മറ്റുള്ള ഭൗതികമായ വിദ്യാഭ്യാസങ്ങളാവട്ടെ, അതിനൊക്കെ പ്രോത്സാഹനം നൽകണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇവിടുത്തെ മറ്റുള്ള മതസ്ഥരോട് സ്നേഹത്തിലും മറ്റ് ആദരവോടുമൊക്കെ കൂടിയാവണം അവരോട് നമ്മൾ ഇടപെടേണ്ടത്. അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള വിഭാഗീയതയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനം ഇന്നവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിവിടെ ഈ രാജ്യം ഭരിക്കുന്നവർക്കറിയാം, ഇവിടുത്തെ എല്ലാവിധ ജനങ്ങൾക്കും അറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ അംഗീകരിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ഇതിനു വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരമ്പരാഗതമായി ലഭിക്കപ്പെട്ടതായ, അങ്ങനെയാണ് പരമ്പരാഗതമായി ലഭിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖുർആന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ഖുർആനെയും സുന്നത്തിനെയും ഒരു നിലക്കും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ, അതാണ് ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്യാത്ത പരമ്പര, അതാണ് നമ്മളെ പരമ്പര, അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു ഹദീസ് ഇവിടെ സ്വീകരിക്കപ്പെടുമ്പോൾ ആ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണെങ്കിൽ ഇമാം ബുഖാരി തങ്ങളിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ആ പരമ്പരയെ സംബന്ധിച്ച്, ആ പരമ്പരയിലുള്ളതായ മഹാന്മാരാവുന്ന ഉസ്താദന്മാരെ സംബന്ധിച്ച് ഒരാളല്ല, പല ആളുകളും അവരുടെ ചരിത്രം പഠിച്ച് അവർ കുട്ടിപ്രായം മുതൽ അവർ മരിക്കുന്നവരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കണം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിലക്കുള്ള വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ശരീഅത്തിനോട് എതിരായ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കൊള്ളാത്തവരാണെന്ന് വിധി എഴുതപ്പെടും. അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിട്ടാണ് ഈ വിശുദ്ധമായ പരമ്പരയിലുള്ള മഹാന്മാരെ, അവരുടെ ജീവിത ചരിത്രവും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളിലേക്ക് എത്തപ്പെട്ട ഈ പരമ്പര അത് വിശുദ്ധമായ പരമ്പരയാണ്. ആ വിശുദ്ധമായ പരമ്പരയിൽ കൂടിയുള്ള ഖുർആന്റെ വ്യാഖ്യാനം ആരെങ്കിലും വ്യാഖ്യാനം നടത്തിയതല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നടത്താൻ പറ്റിയവർ അതിന് അർഹരാണോ, അവരുടെ ആ ജീവിത രീതി, ജീവിത ഹിസ്റ്ററിയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ്. അതാണ് വിശുദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്തവരും അവരെ സംബന്ധിച്ചുള്ള ഇയാളെ കളവ് പറയുന്ന ആളാണോ, ഇയാൾ എന്തെങ്കിലും ഇതിൽ ആവശ്യമില്ലാത്തത് കൂട്ടിച്ചേർക്കോ. അപ്പൊ അത്രമാത്രം വിശുദ്ധരായിരുന്നു നമ്മുടെ മഹാന്മാരാവുന്ന അസാത്തിദത്ത് മശായിഖന്മാർ. ആ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിശ്വാസ ആദർശങ്ങളും ഈ ആശയങ്ങളും ഈ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാ എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഈ വിദേഹത്തിനെതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും ഘോരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അത് നമ്മൾ കണക്കിലെടുക്കാറില്ല. ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും വിദേഹത്തിനെതിരിൽ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതായത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, അതൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അത് അല്ലാഹുവിൻ്റെ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചൊരു സംഘടനയാണ്. ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ജനങ്ങളിൽ ഒരു അംഗീകാരം ഉണ്ടാക്കി തീർക്കുകയാണ്. അങ്ങനെ അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീലിനെ വിളിച്ച് പറയുന്ന, ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ നീയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. പിന്നീട് അത് വാനലോകത്ത് വിളംബരം ചെയ്യാൻ പറയും ജിബ്രീലിനോട്. പിന്നീട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആ മനുഷ്യനിക്ക് അംഗീകാരമുണ്ടാവാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അത് അല്ലാഹു ഒരുക്കി കൊടുക്കും. ഇതൊരു വ്യക്തിക്ക് മാത്രമല്ല, സംഘടനക്കും അങ്ങനെ തന്നെയാണ്. ദീനിനെ സംരക്ഷിക്കുന്ന സംഘടന എന്നുള്ള പേരിൽ ഒരു സംഘടന അവിടെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആ സംഘടന ദീനിന്റെ യഥാർത്ഥ ആദർശങ്ങളെ സംരക്ഷിക്കുന്ന സംഘടനയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ച് പറയും, ജിബ്രീലെ ഈ സംഘടനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നീയും ഇഷ്ടപ്പെടണം. മാത്രമല്ല വാനലോകത്ത് ഇതിനെ സംബന്ധിച്ച് വിളംബരം നടത്തണം. മലായിക്കത്തിൻ്റെയും മുഖദ്ദസായ അർവാഹുകളുടെയും സഹായം ഈ സംഘടനക്ക് വേണം.
ثم يوضع له القبول في الأرض. പിന്നെ ആ സംഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ അംഗീകരിക്കുന്നതായ ഒരു സ്വഭാവം ആ സംഘടനകൾക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയും, അതല്ലേ നമ്മൾ 100-ാം വാർഷികത്തിലൊക്കെ കണ്ടത്. അവിടെ നോക്ക്, അവിടെ വിദേശത്ത് വന്ന പ്രതിനിധികളും അല്ലാത്തവരൊക്കെ പറയണം, ഇത്രമാത്രം മില്യക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഒരു അപശബ്ദം പോലും, ഒരു ചെറിയ ശബ്ദം പോലും ഇവിടുന്ന് കേൾക്കണമെന്നില്ല. ഒരു സൂചി വീണാൽ അതിൻ്റെ ഒച്ച പോലും ഇങ്ങോട്ട് കേൾക്കാം. ആ നിലക്കുള്ള നിശബ്ദത എങ്ങനെ ഇത് സാധിപ്പിച്ചെടുത്തുതാ എന്നോട് തന്നെ പലരും ചോദിച്ചത്. പല അറബിയൻ രാജ്യത്ത് നിന്ന് വന്ന പ്രമുഖരാവുന്ന പല പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ള പല പ്രമുഖരും അന്ന് ചെയ്ത് ചോദിച്ചു, നീ എങ്ങനെ സാധിപ്പിച്ചെടുത്തു? മറ്റൊന്ന്, ആ സ്ഥലം മതിയാവോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘടനകൾക്ക് എന്താവുമെന്നറിയോ? സ്ഥലം അള്ളാഹു വിശാലമാക്കി കൊടുക്കും. സ്ഥലം മഹാന്മാർക്കൊക്കെ അള്ളാഹു ഭൂമിനെ ചുരുട്ടി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ സ്ഥലത്തിനെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ 10,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് എടുത്താലും ആ 10,000 ആളുകൾക്കല്ല, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെയ്തു കൊടുക്കും. ജനങ്ങളിലൊക്കെ പ്രത്യേകമാവുന്നതായ ഒരു ബഹുമാനാദരവ് ഉണ്ടായതുകൊണ്ടാണ് അന്ന് ആരും അവിടെ ശ്രദ്ധിക്കാതിരുന്നത്. എല്ലാവരും സ്റ്റേജിലുള്ളവരെ മാത്രം ശ്രദ്ധിക്കുകയാണ്. ഇതാണ് മുഖദ്ദസായ വാനലോകത്തുള്ള അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, അള്ളാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹികളോടൊക്കെ ജിബ്രീൽ വിളിച്ചു പറയാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടു, ജാലും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടലാണ് അവിടെ നടന്നിട്ടുള്ളത്. അതാണ് സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്. ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്ത് നൽകും എന്നതുപോലെ സംഘടനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്ത് നൽകും. ആ ഖബൂലിയത്താണ് നമ്മൾ ആ 100-ാം വാർഷികത്തിൽ അവിടെ ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങൾപ്പെട്ട ഒന്ന് തന്നെയാണ് SNAC. അത് വളർന്ന് വികസിച്ച് വലിയൊരു സംഭവമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ, കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അത് പഠിക്കാൻ പല മേഖലയിലായിട്ട്, അവർ ഉദ്ദേശിക്കുന്ന പല മേഖലയിലായിട്ട് പഠിക്കാനുള്ള പല സ്കീമുകളും അതിൻ്റെ സംവിധാനത്തിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാട്ടിലുള്ള മഹല്ലത്തിലുള്ള എല്ലാ ആളുകളും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിച്ച് നിൽക്കുന്ന മഹല്ലുകളാണല്ലോ ഇവിടുത്തെ മഹല്ലുകൾ 99%. ഈ മഹല്ലുകളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകളാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകളും ആ മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ അതിനോട് സഹകരിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരും സഹകരിച്ചു കൊണ്ടിട്ട് ഇവിടെ പറയപ്പെട്ടതുപോലെ ഉള്ള ഒരു, അല്ലെങ്കിൽ ഇവിടെ കാണിക്കപ്പെടുന്ന ഒരു ബില്യൺ സംവിധാനം അതിവിടെ ഉയർത്താനും അതിനെ തുടർന്ന് അതിനാവശ്യമാവുന്ന സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഓരോരുത്തരും സന്നദ്ധരാവണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട്, പ്രത്യേകമായി ഇവിടെ ഈ നമുക്ക് വെള്ളം തന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് ഫൈദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ ഒരു 1-2 മാസം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ലത്തീഫ് ഫൈസി നമ്മളൊരു പ്രവർത്തകർ നമുക്ക് വേണ്ടപ്പെട്ട ആളൊക്കെയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മറ്റ് നമ്മളിൽ നിന്നുള്ള പല ആളുകളും ഇന്നത്തെ പരിപാടിക്ക് ആവശ്യമായ ജ്യൂസ് ഏറ്റെടുത്ത ലത്തീഫ് ഫൈസി, പിന്നെ ഗർഭിണിയായ ഒരു സഹോദരിക്ക് മില്യൻ നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്ത സഹോദരങ്ങൾ, പരിപാടിക്ക് ആവശ്യമായ കുടിവെള്ളം ഏറ്റെടുത്ത സഹോദരൻ, പരിപാടിയിലെ ചെലവിലേക്ക് സംഭാവന ചെയ്ത ആൾ തുടങ്ങി ഇതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി അവസാനം ഇവിടെ കുറേ തങ്ങന്മാർ ഇവിടെ ഉണ്ട്, മഹാന്മാരാവുന്ന സാധുക്കളാണ്. അവരാരാണോ ഇവിടെ അവസാനമുള്ള ആൾ അവർ ദുആ ചെയ്യും. ഇവർക്ക് വേണ്ടി ഞാനും ഒരു ചെറിയൊരു ദുആ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇവിടെ ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ദീനി സ്ഥാപനങ്ങളെയും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അതിനെ വേഗത്തിൽ നിർമ്മിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്നതായ കോഴ്സുകൾ ആരംഭിക്കാനൊക്കെയുള്ള
എല്ലാ തൗഫീഖും ഇതിനോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ. ഇതിലേക്ക് സംഭാവന അർപ്പിച്ചതായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഈ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ലത്തീഫ് ഫൈളി അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഖുബൂറുകളെ നീ സുഖപുകാവനാക്കണേ അല്ലാഹ്. ഖബറിൻ്റെ അദാബുകളെ തൊട്ട് അവരെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ സ്വർഗത്തിൽ വലിയ വലിയ പദവികളെ നൽകണേ തമ്പുരാനെ. നന്മകളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. തിന്മകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ വെള്ളം നൽകിയവരും ഇവിടെ ജ്യൂസ് നൽകിയവരും ഇതിലേക്ക് സംഭാവന നൽകിയവരും മറ്റ് ഇതിൻ്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് ആവശ്യമാവുന്ന സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ ചെയ്തു കൊടുത്തവരും ഈ മജ്‌ലിസിൽ ഇവിടെ ഒരുമിച്ച് കൂടി നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ബർക്കത്ത് ചെയ്തേറ്റ് അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മക്കളുടെ ഭാര്യമാർ കൂട്ടുകുടുംബങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്തേട്ടെ. ഗർഭിണിയാവുന്ന എല്ലാ സ്ത്രീകൾക്കുള്ള പ്രസവത്തിനെയും അർഹമുർ റഹീമായ തമ്പുരാൻ നീ എളുപ്പമാക്കി കൊടുക്കണം. പ്രസവ സമയത്തുണ്ടാവേണ്ട സർവ്വ മശക്കത്ത് ബുദ്ധിമുട്ടുകൾ തൊട്ട് കാത്തു രക്ഷിക്കുന്നത്. ഒരു ചെറിയ ഒരു 10-15 വയസ്സുള്ളൊരു കുട്ടി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അവൻ മൂത്രത്തിന് തടസ്സമുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അർഹമുർ റഹീമായ തമ്പുരാനെ ആ കുട്ടിക്കുള്ള മൂത്ര തടസ്സത്തിന് നീക്കി കൊടുക്കണം തമ്പുരാൻ. ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആ കുട്ടീൻ്റെ ആ അസുഖം സുഖമാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഈ സദസ്സുമായി സഹായിച്ച എല്ലാവരെയും ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളാക്കണേ. സാലിഹ്യങ്ങളുള്ള സ്വൽബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇതിലേക്ക് സംഭാവന അർപ്പിക്കുകയും ചെയ്തതായ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരും ഇവിടെ റഷീദ് കാക്കുനി സൂചിപ്പിച്ചതുപോലെ അവരെ കഴിവിൻ്റെ പരമാവധി ₹1 ഉള്ളോ ₹1 കൊടുക്കാം, ₹2 ഉള്ളോ ₹2 കൊടുക്കാം, ₹10 ഉള്ളോ ₹10 കൊടുക്കുക, ലക്ഷങ്ങളുള്ളോ ലക്ഷങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ട് ഇതിനെ സഹായിക്കണേ. ₹2 ഉള്ളവരുടെ ₹2 ചിലപ്പോൾ 2 ലക്ഷം കൊടുക്കുന്നവരേക്കാൾ വലുതായിരിക്കും. കാരണം അവരെ കൊണ്ട് ആ ₹2 അവൻ്റെ അടുത്തുണ്ടാവുള്ളൂ, മറ്റവൻ്റെ അടുത്ത് 2 ലക്ഷം അധികം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഈ ദീനീ സംരംഭത്തിനെ സഹായിക്കുന്ന എല്ലാവർക്കും അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. കച്ചവടത്തിലും തൊഴിലിലൊക്കെ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിനെ സഹായിക്കുന്നവർക്കൊക്കെ എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. മിഡിൽ ഈസ്റ്റിലെ എല്ലാ നിലക്കുള്ള സമാധാനത്തിനെയും നീ അതിനെ സ്ഥാപിക്കാൻ ആവശ്യമാകുന്ന സംവിധാനം ഉണ്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് സമാധാനത്തിലേക്കുള്ളതായ ആ വഴി തുറന്നു കൊടുക്കാൻ ആവശ്യമാവുന്ന നല്ല മനസ്സ് അവർക്കൊക്കെ തോന്നിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. മിഡിൽ ഈസ്റ്റ് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പല സഹോദരന്മാരും അവിടുത്തെ സ്വദേശികളും അതല്ലാത്തവരൊക്കെ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് ഉള്ളത്. അതിനൊക്കെ പൂർണ്ണമായി അവസാനിപ്പിക്കപ്പെടുകയും അവർക്കൊക്കെ സമാധാനവും സന്തോഷമൊക്കെ നൽകാനുള്ള എല്ലാ തൗഫീഖുകളും നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അതിനാവശ്യമാകുന്ന സംവിധാനങ്ങൾ നീ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഈ സദസ്സിൽ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഒക്കെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. സാലിഹ്യങ്ങളുള്ള സ്വൽബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ചെയ്യിച്ച് ഭരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ആ ആശയത്തിന്മേൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സർവ്വ ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കുള്ള ഷറുകളെ തൊട്ടും സർവ്വ കള്ള തെരീഖത്തുകൾക്കുള്ള ശൈഖന്മാരുടെ ഷറുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയൊക്കെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. എല്ലാവിധ ശത്രുക്കളെ ഷറിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب.